ചെറിയൊരു കെട്ടുറപ്പുള്ളൊരു വീട് മതി. ബാത്റൂമൊക്കെ ഞങ്ങൾ മലയിലാ പോകുന്നത്. വലിയ പാടാ. അവിടെയും ബാത്റൂമും കുളിമുറിയും ഒന്നുമില്ല. എല്ലാത്തിനും കുളിക്കാനായാലും ബാത്റൂമിൽ പോകാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കുളിക്കാനൊക്കെ ഞങ്ങളുടെ മാമരെയൊക്കെ വീട്ടിൽ പോയിട്ടാ നോക്കുന്നത്. അല്ലെങ്കിൽ ആറ്റി വല്ലതും പോകും. അങ്ങനെ ഭയങ്കര പാടാ ഇവിടെ താമസിക്കാനൊക്കെ. ഞങ്ങൾ മൂന്നുപേരും ചാവണ്ടായിരുന്നു. ഏതോ ദൈവഭാഗ്യം കൊണ്ട് ആ ലൈംഗികബിന്ന് രക്ഷപ്പെട്ടു പോയതാ. കരയണോ എന്തോ ഏതാന്ന് കൂടി ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുക. കൊച്ചിനിപ്പോ 3.5 വയസ്സ് കഴിഞ്ഞ് കൊച്ചിനെ അങ്കൻവാടി കൂടി വിടാൻ പറ്റാത്ത അവസ്ഥ. പിള്ളേരെ പുത്തനുടുപ്പും ബാഗുമണിഞ്ഞ് കുടയും ചൂടി കൂട്ടുകാർ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോഴും മഹാലക്ഷ്മിക്ക് ആ ഭാഗ്യവും ഉണ്ടായില്ല. വഴിയൊരികിൽ ആസ്ബറ്റോസ് ഷീറ്റിന്റെ മറവിൽ മാതാപിതാക്കൾക്കും ഇടജന്തുക്കൾക്കുമൊപ്പമാണ് അവരുടെ നരകജീവിതം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ. കൊല്ലം ജില്ലയിലെ പത്തനാപുരം കറവൂർ കനാൽ പുറമ്പോക്കിൽ ആതിരാഭവനിൽ സുജിത്തിന്റെയും ആതിരയുടെയും ഏക മകളാണ് മഹാലക്ഷ്മി. ഇവിടെ 6 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പൊ ഇവിടെ ഞങ്ങൾ 6 മാസം കൊണ്ട് താമസിക്കുന്നത്. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഒരു പാമ്പിനെ ഇറക്കി വിടേണ്ട അവസ്ഥയാണ് വന്നത്. കാരണം അവിടെ അതേപോലെ തന്നെ താമസിക്കുന്നത്. അവിടെയും ഷെഡാ. അവിടെയും ഞങ്ങൾക്ക് ഷെഡ് പൊളിഞ്ഞു പോയി. മൊത്തത്തിൽ മഴ നിന്ന് കുരങ്ങന്മാരെല്ലാം വലിച്ചു കീറി ഷെഡാ മൊത്തത്തിൽ പൊളിഞ്ഞു പോയി. എല്ലായിടത്തും പോയി പരാതി കൊടുത്ത്, കളക്ടർ ഓഫീസിൽ പോയി കൊടുത്ത്, MLA പോയി കണ്ട്, മെമ്പറിനൊക്കെ ഞങ്ങളുടെ അവസ്ഥ അറിയാം. എന്നിട്ട് മെമ്പറൊന്നും തിരിഞ്ഞ വഴി കൂടി നോക്കത്തില്ല. ഞങ്ങളിപ്പോ 6 മാസം കൊണ്ട് ഈ പൊടിക്കുഞ്ഞിനെയും വെച്ചോണ്ട് ഈ കടയിലെ കിടക്കുന്നത്. അതിന്റെ കൂടത്തിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുടിയന്മാർ ശല്യം അതിനെയും കട്ടി അപ്പുറവാ. ഇന്നലെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഇവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ ആ കുടിയന്മാർ ഇവിടെ വന്ന് ഭയങ്കര കുടിച്ചിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ മാമന്റെ വീട്ടിലാ പോയി കിടന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ കൊച്ചിനും കൊണ്ട് കിടക്കാൻ. ഞങ്ങൾ പഞ്ചായത്തിലെല്ലാം അപേക്ഷ കൊടുത്തയാ. ഒരു വിധത്തിലും ആരും ഒന്നും സഹായിക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കൊച്ചിനെയും വെച്ചോണ്ട് ഇവിടെ കിടക്കുന്ന വലിയ പാടാ. അതുകൊണ്ട് കൊച്ചിനുള്ള ചോറ് കഞ്ഞിയെല്ലാം വെക്കാൻ കൂടിയും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ചേട്ടൻ പണിക്ക് പോയാൽ ഈ കട അടച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. ആ ഇരുത്ത ഞങ്ങൾ ചേട്ടൻ വരുന്നവരെ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നോണ്ട് ഇതിനകത്ത് ആളുണ്ടെന്നുകൂടി ഞങ്ങൾ അറിയാതെ ഇരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചിനെ വെച്ചോണ്ട് താമസിക്കുന്നത് ഭയങ്കര പാടാ. എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് അറിയത്തില്ല. ഇപ്പൊ വേനലുണ്ടെങ്കിൽ നമുക്ക് കുലുക്കിയെങ്കിലും വിറ്റ് കച്ചവടം വരുമാനം നോക്കാമായിരുന്നു. ഇപ്പൊ അതുകൂടി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടുത്തെ ലൈൻ കമ്പി പൊട്ടി വീണ് ഞങ്ങളുടെ ഈ കടയുടെ മുമ്പിൽ വന്ന് വീണ് ഞങ്ങൾ മൂന്നുപേരും ചാവണ്ടായിരുന്നു. ഏതോ ദൈവഭാഗ്യം കൊണ്ട് ആ ലൈൻ കമ്പിന്ന് രക്ഷപ്പെട്ടു പോയതാ. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഇപ്പൊ അവസ്ഥ അതേപോലെയാ. ഇപ്പൊ കറൂർ ചെന്ന് ഞങ്ങളുടെ കറൂരാ ഞങ്ങളുടെ വീട്. അവിടെ ചെന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ഷെഡ് പൊളിഞ്ഞു കിടക്കുന്നോണ്ട് ഈ കൊച്ചിനെയും വെച്ച് കിടക്കാൻ പറ്റത്തില്ല. അവിടെ ആനയൊക്കെ ഇറങ്ങുന്നേ. നേരത്തെ ആനയെന്ന് ഇച്ചിരി മേളിലോട്ടായുള്ളായിരുന്നു. ഇപ്പൊ പറയുന്നത് ആനയൊക്കെ ഭയങ്കരമായിട്ട് ശല്യം കൂടി നാട്. ഞങ്ങൾ ചെല്ലുമ്പോ ഇവിടെ ആനയൊക്കെ കാണുന്നേ. ഇപ്പൊ പകല് എന്നാലും ആനയെ കാണുന്ന രീതിയിലാ ഇപ്പൊ ആനയൊക്കെ അവിടെ ഇറങ്ങിയാക്കുന്നത്. ഒരു വിധത്തിലും ഇതില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരാള് വണ്ടി ഇടിച്ച് ചത്തായിരുന്നു. അത് ഇവിടോട്ട് വന്ന കാർ തിരിഞ്ഞിരുന്നതാ. വണ്ടി ഇടിച്ച് ഞങ്ങൾ അതിനകത്ത് ഈ കടക്കകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളും ചത്തെന്ന്. ആ രീതിയിൽ ഒരാളെ വണ്ടി ഇടിച്ച് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടായി ഇവിടെ ഈ കടയിൽ കിടക്കുന്നത്. ഇവിടെ മൊത്തം കുടിയന്മാരുടെ എല്ലാവരുടെ ശല്യവാ. ഭയങ്കര പാടാ. കനാൽ പുറമ്പോക്കിലുണ്ടായിരുന്ന കൂരയും തകർന്നു വീണതോടെയാണ് ജീവിതം ഇവർ വഴിയരികിലേക്ക് മാറ്റിയത്. പുനലൂർ മൂവാറ്റുപുഴ റോഡ് വശത്തായി കാട് മൂടിക്കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇവരുടെ ജീവിതം. രാത്രികാലമാകുമ്പോഴേക്കും മദ്യപാന്മാരുടെ ശല്യവും വർദ്ധിക്കും. 6 മാസം മുമ്പാണ് ഇവർ വഴിയരികിലേക്ക് ചേക്കേറിയത്. തകർന്ന കൂരയ്ക്കു പകരം അടച്ചുറപ്പുള്ളൊരു വീടിനായി മന്ത്രി ഗണേഷ് കുമാറിനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി. എങ്കിലും പരിഹാരം ഇനിയും അകലെ മാത്രം. അധികാരികളുടെ മൗനം ഇവരുടെ ജീവിതം പിന്നീട് വഴിയരികിലേക്ക് തള്ളിയിടപ്പെട്ടു. അധികാരവർഗങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന അവകാശങ്ങൾക്കുമേൽ ആർക്കാണ് ശബ്ദമുയർത്താൻ കഴിയുക? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടുന്ന് ഒരു പാമ്പിന്റെ കുഞ്ഞിനെയാണ് ഇപ്പൊ ഇവിടുന്ന് എടുത്ത് കളയേണ്ട അവസ്ഥ വന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് കിടക്കുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് മൊത്തത്തിൽ മൂടി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ. അതിനകത്തേക്ക് നിൽക്കാൻ പറ്റത്തില്ല. രാത്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തവും കുടിയന്മാരും അല്ലാതെ സാമൂഹ്യ വിരുദ്ധരും ഒക്കെ ഉള്ള ഏരിയയാണ്. ഇവിടുന്ന് ഞാനിപ്പം പണിക്ക് പോയിട്ട് രാത്രി 7 മണിയൊക്കെ ആവും. മൈക്കാട് പണിയാണ്ട് 7 മണിയൊക്കെ ആവും ഞാൻ ഇവിടെ തിരിച്ചു വരാൻ. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഈ രാത്രി ഇവരെ ഈ കടക്കകത്തിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്, അധികാരികളും ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേ. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനത്തോടെ എന്തെങ്കിലും ജോലി ചെയ്തായാലും ജീവിക്കാം. കാരണം ഞങ്ങൾ ഇത് തന്നെ ഒരു ലോൺ എടുത്താണ് ഇത് വെച്ചത്. കാരണം എനിക്കിനിപ്പം ഒരു 10-15,000 രൂപ ലോണെങ്കിലും അടയ്ക്കാനുണ്ട്. ആ ലോൺ അടച്ചാൽ എനിക്കിപ്പോൾ ആ ലോൺ തീർക്കണം. കാരണം എനിക്ക് സ്ഥിരം പണിക്ക് പോയില്ലെങ്കിൽ ആ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി എങ്ങനെയും ഇവിടെ ഒരു വീട് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർക്കുക, വരുന്നത് പെരുമഴക്കാലമാണ്. അടച്ചുറപ്പില്ലാത്ത ഈ കൂടാരത്തിൽ
ഒരു പിഞ്ചു മകളുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന യാഥാർത്ഥ്യം ആരും മറന്നു പോകരുത്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.